മലയാള സിനിമകൾ ബഹിഷ്കരിച്ച് PVR ഡിജിറ്റൽ കോണ്ടന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് നടപടിക്ക് പിന്നിൽ. ഇതോടെ വിഷു റിലീസ് ചിത്രങ്ങളൊന്നും PVRൽ പ്രദർശിപ്പിക്കില്ല എന്ന് ഉറപ്പായി. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നുണ്ട്. ബീന റാണി, ഈ മലയാള ചിത്രങ്ങൾ ബഹിഷ്കരിക്കേണ്ട തീരുമാനം PVR എടുത്തതിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച സാഹചര്യം എന്താണ്? തിരുവനന്തപുരം, എറണാകുളം എന്നിവിടങ്ങളിലൊന്നും ഇനി PVR ഇനോക്സിൽ മലയാള സിനിമകളുടെ വിഷു റിലീസ് ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പായോ? മലയാള സിനിമകൾ PVR ബഹിഷ്കരിക്കുകയാണ്. ഡിജിറ്റൽ കോണ്ടന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ നടപടിക്ക് പിന്നിൽ. ഇതോടെ വിഷു റിലീസ് ചിത്രങ്ങളൊന്നും PVRൽ പ്രദർശിപ്പിക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളിലെയും മലയാള സിനിമകളുടെ ബുക്കിംഗ് PVR ബഹിഷ്കരിച്ചു. വിഷു റിലീസുകൾക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. ബീന റാണി ചേരുന്നുണ്ട്. ബീന റാണി, ഈ മലയാള ചിത്രങ്ങൾ PVR ബഹിഷ്കരിച്ച ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച കാരണം എന്താണ്? രോഹിണി, ഡിജിറ്റൽ മാസ്റ്ററിംഗ് കണ്ടന്റുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നിർമ്മാതാക്കളുടെ സംഘടനയുമായി നിലവിലുണ്ടായിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടന ആവശ്യപ്പെട്ടത് ഈ ഡിജിറ്റൽ കണ്ടന്റ് മാസ്റ്ററിംഗ് സ്വന്തമായി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കാരണം ഇത്തരത്തിൽ വലിയ തോതിൽ ഇവർ ചാർജ് ഈടാക്കുന്നു ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ സ്വന്തമായി ചെയ്യാനുള്ള ഒരു സംവിധാനം പുതിയതായി വരുന്ന തിയേറ്ററുകളിലെങ്കിലും അത്തരത്തിലൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന ഒരാവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം ഇത്തരം ഉയർന്ന നിരക്ക് നൽകുന്നത് മലയാള സിനിമാ മേഖലയിലെ പുതിയതായി വരുന്ന തിയേറ്റർ ഉടമകൾക്ക് മറ്റും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം സ്വന്തമായി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മലയാള സിനിമ റിലീസിൽ നിന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടന 4-5 ദിവസം മാറി നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. തുടർന്ന് പല ചർച്ചകൾ നടന്നെങ്കിലും ഇതിനുമായി ഒരു തീരുമാനവും ഉണ്ടായില്ല. തുടർന്നാണ് ഇപ്പോൾ PVR ഇത്തരം ഒരു നിലപാടെടുത്തിരിക്കുന്നത്. വിഷുവുമായി ബന്ധപ്പെട്ട് നിരവധി ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഈ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഇത്തരം തീരുമാനത്തിനെതിരെ PVR നിലപാടെടുത്ത് മലയാള സിനിമകൾ രാജ്യത്തുള്ള ഒരു സ്ക്രീനിലും മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്ന ഒരു തീരുമാനത്തിലോട്ട് അവരെത്തുന്നത്. ഇന്നലെ ഉദ്ഘാടനം ചെയ്ത ഫോറം മാളിലെ PVR സ്ക്രീനിൽ പോലും വിഷുവിന് ചിത്രങ്ങൾ ഉണ്ടാകില്ലെന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. ഫഹദ് ഫാസിലിന്റെയും ഉണ്ണി മുകുന്ദന്റെയും ഒപ്പം തന്നെ വിനീത് ശ്രീനിവാസന്റെയും ചിത്രങ്ങൾ ഇന്ന് റിലീസാവുകയാണ്. ഇതൊന്നും തന്നെ പ്രദർശിപ്പിക്കില്ല എന്ന് ഇവർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇത്തരം ഒരു തീരുമാനം നയിക്കുന്നതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ബീന റാണിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.